നമസ്കാരം. നമസ്കാരം. ഇപ്പം ഇന്ത്യയിലേക്ക് എത്തുന്നു കർദിനാളായി. വലിയ സന്തോഷം ക്രിസ്ത്യൻ സമൂഹത്തിനുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്കറിയേണ്ടത് റോമിൽ നിന്നൊരാൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ റോമിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ അത് എത്ര പ്രൗഢമാണ് എന്നുള്ളത്. ആദ്യമായി തന്നെ ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ സന്ദേശമാണല്ലോ ക്രിസ്മസ് തരുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് പ്രേക്ഷകരുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. റോമിലെ ക്രിസ്മസ് ആശംസകളും പ്രത്യേകിച്ചുള്ള ആഘോഷങ്ങളും എല്ലാം സാധാരണ പോലെ തന്നെ 24-ാം തീയതി വൈകുന്നേരം വത്തിക്കാനിലുള്ള മാർപ്പാപ്പയോടൊപ്പമുള്ള ആഘോഷങ്ങളോടുകൂടിയാണ് പ്രധാനമായിട്ടും അതിൽ കേന്ദ്രീകരിച്ചാണ്. പിന്നെ വളരെ ഗംഭീരമായ രീതിയിലുള്ള പുൽക്കൂടുകളും അലങ്കാരങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റോമിനേക്കാൾ ഉപരിയായിട്ട് ഇറ്റലിയിലെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ പ്രത്യേകമായ രീതിയിൽ മഞ്ഞ് പെയ്യുന്ന ഒരു സമയം കൂടിയാണ്. നമ്മുടെ ഇവിടെ ഉള്ള പോലെ നമുക്ക് ഈ കോട്ടൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ശരിക്കുള്ള മഞ്ഞ് പെയ്യും. ആ ഒരു വ്യത്യാസം പല അവസരങ്ങളിലും ആഘോഷത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകമായ രീതിയിൽ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബങ്ങൾ ഒരുമിച്ച് കൂടുന്ന വലിയൊരു ആഘോഷത്തിൻ്റെ അവസരമാണ്. അന്ന് ഉച്ചഭക്ഷണമൊക്കെ നീണ്ട മണിക്കൂറുകൾ തന്നെ കുടുംബങ്ങളിൽ ഒരുമിച്ച് ചേരുകയും ആ സ്നേഹം പങ്കിടുകയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബാഘോഷം ആണ് ക്രിസ്മസ്. അപ്പോഴതാണ് പ്രധാനമായിട്ടും ക്രിസ്മസ് ദിനങ്ങൾ. അത് ഈ ക്രിസ്മസിൻ്റെ നമ്മുടെ നാട്ടിലെ പോലെ അന്ന് 24-25 മാത്രമല്ല, ജനുവരി 6 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്രിസ്മസ് ആഘോഷ രീതി. 2 ആഴ്ച കാലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറ്റലിയിലെ ഒരു പൊതുവിലുള്ള ക്രിസ്മസ് ആഘോഷം. ദിവസം പൊതു അവധിയാണോ അവിടെ? പൊതുവിൽ സ്കൂളുകൾക്ക് അവധിയാണ്. അതുകൂടാതെ തന്നെ പൊതുവിൽ മറ്റ് നാടുകളിൽ ജീവിക്കുന്ന കുടുംബങ്ങളെല്ലാവരും വരികയും ഒത്തിരിയേറെ വളരെ ഓഫീസുകളും കടകളും ഒക്കെ ആ സമയങ്ങളിൽ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്തതൊക്കെ മിക്കവാറും പ്രവർത്തനരഹിതമായിരിക്കും. ഇവിടെ ഇപ്പോൾ ഒരു പുൽക്കൂട് സുന്ദരമായി ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അവിടുന്ന് റോമിലെ പുൽക്കൂടും ഇവിടുത്തെ പുൽക്കൂടും തമ്മിൽ നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് അവിടുത്തെ പുൽക്കൂട്ടിൽ ഇതുപോലെയുള്ള നെൽപ്പാടങ്ങളില്ല. അവിടുത്തെ രീതിയിലുള്ള മരങ്ങളും പൂക്കളും ഒക്കെ ആയിരിക്കും എന്നുള്ള വ്യത്യാസമുണ്ട്. അതല്ല എങ്കിൽ സത്യത്തിൽ പുൽക്കൂട് എന്ന് പറയുന്ന ആശയം തുടങ്ങുന്നത് തന്നെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. ഇറ്റലിയിലെ അസീസിയിലാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ അതുകൊണ്ട് ഓരോ സംസ്കാരവും ആ സംസ്കാരത്തിൽ അനുകൂലമായിട്ടുള്ള മരങ്ങളും ചെടികളുമൊക്കെ വെച്ചു. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഉള്ളിൽ പിറക്കേണ്ട ഉണ്ണീശോ ആണ് ഏറ്റവും ക്രിസ്മസിൻ്റെ കേന്ദ്രം എന്നുള്ള വലിയ സന്ദേശം നൽകുന്ന ഒരു ആശയമാണ് അസീസിയിലെ പുണ്യം നമുക്ക് തന്നത്. ഈ സന്തോഷത്തിൻ്റെ ക്രിസ്മസ് കാലത്ത് നമ്മുടെ മലയാളി പ്രേക്ഷകരോട് പിതാവെന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായി അവതരിക്കുന്നു. ശൂന്യവൽക്കരണത്തിൻ്റെ ഒരു തിരുനാളാണ്. സ്വയം ദൈവത്തിൻ്റെ മഹത്വം മാറ്റിവെച്ചിട്ട് നമ്മളിൽ ഒരുവനാകുന്ന വിനയത്തിൻ്റെ വലിയ തിരുനാൾ. ഇത് എന്ന് പറയുന്ന നമ്മുടെ അഹംഭാവത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ക്ഷണമാണ്. അതായത് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാൻ, മറ്റുള്ളവർക്ക് കൊണ്ട് സമയം കൊടുക്കാൻ, മറ്റുള്ളവരുടെ നന്മ അന്വേഷിക്കാൻ സമയമായിട്ടും നമ്മുടെ കഴിവുകളും നമ്മുടെ സ്നേഹവും നമ്മുടെ കരുതലും ഒക്കെ കുടുംബത്തിനുള്ളിലും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കൊടുക്കാനുള്ള വലിയൊരു ക്ഷണമാണ് ക്രിസ്മസിൻ്റേത്. അങ്ങനെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും നല്ലൊരു ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും നന്ദി. ഒരു കാര്യം കൂടി, മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരണമെന്ന ആഗ്രഹം വലുതായിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എപ്പോഴത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം? ഇപ്പോഴത്തെ അവസ്ഥയിൽ 2025 ജൂബിലി വർഷമാണ്. ഏതാണ്ട് 80ഓളം പരിപാടികൾ വത്തിക്കാനിൽ തന്നെ 2025 ഇനിയും ഇതിൻ്റെ ക്രമീകരണങ്ങൾ തുടങ്ങണം. ഏറ്റവും കുറഞ്ഞതൊരു 7-8 മാസത്തെ ഒരുക്കങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ 2025 അവസാനമോ 2026
തുടക്ക മാസങ്ങളിലോ നമുക്ക് നടക്കുകയുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കുള്ളത് നമ്മുടെ കാലാവസ്ഥ നോക്കണം. ഡൽഹിയിലെ കാലാവസ്ഥയല്ല കേരളത്തിലേത്. വലിയ മഴയും വലിയ പ്രശ്നങ്ങളില്ലാത്ത നല്ലൊരു സമയം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെല്ലാം ചേരുന്ന പിന്നെ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ്റിലെ സംലഭ്യത, മാർപ്പാപ്പയുടെ പ്രോഗ്രാം, ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം ഒത്തിരി കാര്യങ്ങൾ ഇതിന് നമുക്ക് തീരുമാനിക്കാനുണ്ട് പ്രായോഗികമായി. അദ്ദേഹം ഇന്ത്യയിലെത്തിയാൽ കേരളത്തിലേക്ക് കൂടി പോകുന്ന തരത്തിലുള്ള ഒരു ഇടപെടലുണ്ടാവും. അതിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ പ്രോഗ്രാമൊന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ അതേപ്പറ്റി പരിപൂർണമായിട്ട് പറയാൻ പറ്റിയല്ല. വളരെ നന്ദി പിതാവേ, തിരക്കിനിടയിലും ഹാപ്പി ക്രിസ്മസ്. എന്തായാലും സന്തോഷത്തോടെ ഈ ക്രിസ്മസ് കാലത്തിൻ്റെ സന്തോഷം അദ്ദേഹം പങ്കുവെക്കുകയായിരുന്നു. ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.